എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്തേ വേഗം. ഹിന്ദിയാണ് അറിയാലോ. നിങ്ങൾക്ക് ഞാൻ ചാപ്റ്റർ 1-ന്റെയും ചാപ്റ്റർ 2-ന്റെയും ടെക്സ്റ്റ് എക്സസൈസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ എല്ലാരും? കണ്ടവരൊക്കെ ഒന്ന് തംസപ്പ് കാണിച്ചേ. ഗ്രൂപ്പിൽ അത് കണ്ടവരെ ഒന്ന് തംസപ്പ് കാണിച്ചേ. യെസ്, ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട്. എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഫൈൻ. കാണാത്തവരുണ്ടെങ്കിൽ ടീച്ചർ ചാപ്റ്റർ 1-ന്റെയും ചാപ്റ്റർ 2-ന്റെയും ടെക്സ്റ്റ് എക്സസൈസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കി എഴുതുക. നമ്മൾ പോയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാഠ് 2 ഒന്നായിരുന്നു ചതുർ ചിത്രകാർ, ക്ലെവർ പെയിന്റർ അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മുടെ എന്താണ്, ചിത്രകാർ കാട്ടിലിരുന്നിട്ട് സുൻസാൻ ജഗാപ്പേ ചിത്ര ബനാരാഥ. സുൻസാൻ ജഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺലി പ്ലേസ്. അവിടെ ഇരുന്നിട്ട് എന്താണ്, പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ആര് വന്നു? ആരാണ് അവിടെ വന്നത്? ലയൺ വന്നു അല്ലെ? ലയണിനെ കണ്ടപ്പോഴത്തേക്കും നമ്മളുടെ ചിത്രകാർ പേടിച്ചുപോയി. പെട്ടെന്ന് അദ്ദേഹം തന്റെ ധൈര്യം വീണ്ടെടുത്തിട്ട് എന്താ പറഞ്ഞത്? ലയണിനോട് പറഞ്ഞു, താങ്കൾ എന്റെ മുമ്പിൽ ഇരിക്കൂ, താങ്കളുടെ ഒരു ഐ വിൽ മേക്ക് യു എ വണ്ടർഫുൾ പെയിന്റിങ് അല്ലെ എന്ന് ലയണിനോട് പറഞ്ഞു. ഒരു നല്ല ചിത്രം വരച്ചു തരാം, താങ്കൾ എന്റെ ഫ്രണ്ടിൽ ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, നമ്മളെ ലയൺ എന്താണ്, നമ്മളെ ചിത്രകാരന്റെ മുമ്പില് തന്റെ കൈയും കാലും ഒക്കെ ചുരുട്ടി മടക്കി ചിത്രകാരന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കൊടുത്തു അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? പെയിന്റിങ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുത്തു. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അടുത്ത നോക്കിക്കേ, ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് വായിക്കാം, എല്ലാരും നോക്കിയിരിക്കൂ കേട്ടോ. യെസ്, പാഠ് 2 ചതുർ ചിത്രകാർ. ചിത്രകാർ സുൻസാൻ ജഗह में बना रहा था चित्र, इतने में ही वहां आ गया यमराज का मित्र. उसे देखकर चित्रकार के तुरंत उड़ गए होश, नदी पहाड़ पेड़ पत्तों का रह न गया कुछ जोश. फिर उसको कुछ हिम्मत आई, देख उसे चुपचाप, बोला सुंदर चित्र बना दूं, बैठ जाइए आप. उकरू मुकरू बैठ गया वह सारे अंग बटोर, बड़े ध्यान से लगा देखने चित्रकार की ओर. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സോ അടുത്തത് എന്താണ്? चित्रकार ने कहा हो गया आगे का तैयार, अब मुंह आप उधर तो करिए जंगल के सरदार. बैठ गया वह पीठ फिराकर चित्रकार की ओर, चित्रकार चुपके से खिसका जैसे कोई चोर. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചിത്രകാരനെ കഹ അല്ലെ? നമ്മളുടെ എന്താണ്, ചിത്രകാരന്റെ ഫ്രണ്ടിലെ ലയൺ തന്റെ കൈയും കാലും ഒക്കെ മടക്കി എന്താണ്, ചിത്രം വരയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുവാണ്. അതിനുശേഷം എന്ത് പറഞ്ഞു? ചിത്രകാരൻ പറഞ്ഞു, ചിത്രകാരനെ കഹ ഹോ ഗയ ആകെ കാ തയ്യാർ. ചിത്രകാരൻ പറഞ്ഞു ആകെ കാ തയ്യാർ ഹോ ഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയണിനോട് പറഞ്ഞു, സിംഹത്തിനോട് പറഞ്ഞു, ഫ്രണ്ടിലെ പിക്ചർ വരച്ചു കഴിഞ്ഞു, ഫ്രണ്ട് ഭാഗം വരച്ചു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ? അബ് മുഹ് ആപ് ഉദർ തോ കരിയേ ജംഗൽ കെ സർദാർ. എന്താണ്, ലയണിനോട് പറയാണ്, താങ്കളുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ പിക്ചർ ഞാൻ വരച്ചു കഴിഞ്ഞു, ഇനി പുറകിലോട്ട് തിരിഞ്ഞിരിക്കൂ. മുഖം അപ്പുറത്തെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ബാക്ക് സൈഡിന്റെ ചിത്രം വരയ്ക്കണം, അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ എന്ന് ചിത്രകാരൻ ലയണിനോട് പറയാണ്. അപ്പൊ മുഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ബാക്ക് സൈഡിന്റെ പിക്ചർ വരയ്ക്കണം. സോ ആപ് മുഹ് ഉദർത്തോ കരിയേ, അപ്പുറത്തേക്ക് തിരിച്ചു വെക്കൂ. ആരോടാണ് പറഞ്ഞത്? ജംഗൽ കെ സർദാർ. സർദാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ, നേതാവ്. ജംഗലിലെ രാജാവാണ് നമ്മളുടെ. സോ ജംഗൽ കെ സർദാർ ആപ് ഉദർ മൂ കരിയേ അല്ലെ? അല്ലയോ നേതാവേ, അല്ലെങ്കിൽ കാടിന്റെ നേതാവേ. ഓക്കെ, സർദാർ കാ മത്ലബ് ലീഡർ, നേതാവ്. ഓക്കെ, ജംഗൽ മത്ലബ് ഫോറസ്റ്റ്. കാടിന്റെ പിക്ചർ വരയ്ക്കണം, അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. സോ बैठ गया वह पीठ फिराकर चित्रकार की ओर, चित्रकार चुपके से खिसका जैसे कोई चोर.
സോ ഇത് കേട്ടപ്പോഴത്തേക്കും എന്താണ്, ലയൺ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ബൈഠ് ഗയാ വഹ് പീഠ് ഫിരാക്കർ. പീഠ് മത്ലബ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് ഫിരാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ച്. ബാക്ക് സൈഡ് തിരിച്ചു വെച്ചിട്ട് മുഖം അങ്ങോട്ടും ബാക്ക് സൈഡ് ചിത്രകാരന്റെ നേരെയും ആക്കിയിട്ട് എന്താണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്, ചിത്രകാരൻ ആ തക്കം നോക്കി അയാൾ എന്ത് ചെയ്തു, ചിത്രകാർ ചുപ്കേസെ ഖിസ്ക ജേസെ കോയി ചോർ. അവിടെ ആ പിക്ചർ നോക്കിക്കേ, നമ്മളുടെ സിംഹത്തിനോട് പറഞ്ഞു താങ്കൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ, അല്ലെ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ എന്ന് പറഞ്ഞപ്പോ ലയൺ അത് കേട്ട ഉടനെ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പതുക്കെ ചിത്രകാരൻ അവിടുന്ന് പതുക്കെ മുങ്ങി, അല്ലെ, അവിടുന്ന് പതുക്കെ എണീറ്റു. നമ്മുടെ ലയൺ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന തക്കം നോക്കി ചിത്രകാരൻ എന്ത് ചെയ്തു, ചുപ്കേസെ മിണ്ടാതെ അവിടെ നിന്ന് ഊരി, തടി തപ്പി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മിണ്ടാതെ അവിടുന്ന് എണീറ്റ് എന്താണ്, ഒരു കള്ളന്മാര് പതുങ്ങി പോകുന്നത് പോലെ പതുക്കെ എണീറ്റ് ലയൺ അങ്ങോട്ട് തിരിഞ്ഞ തക്കം നോക്കി പതുക്കെ അവിടുന്ന് എസ്കേപ്ഡ്. ചിത്രകാരൻ, that painter escaped from there. Okay, since the lion was sitting എന്താണ്, keeping his back side towards this painter. ഓക്കെ, സോ പെയിന്ററിന്റെ ബാക്ക് സൈഡ്, പെയിന്ററിന്റെ നേർക്ക് ലയന്റെ ബാക്ക് സൈഡ് തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ചിത്രകാരൻ അവിടുന്ന് രക്ഷപ്പെട്ടു, തടി തപ്പി. ഖിസ്ക എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നിന്ന് ഊരി രക്ഷപ്പെട്ടു, എസ്കേപ്ഡ്. കാരണം ലയൺ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ജേസെ കോയി ചോർ, കള്ളന്മാര് കണ്ടിട്ടില്ലേ നിങ്ങളെ, പതുക്കെ പതുക്കെ ഒച്ച വെക്കാതെ നടക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മളുടെ പെയിന്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ബഹുത് ദേർ തക് ആഖ് മൂന്ദ് കർ पीठ घुमाकर शेर बैठे बैठे लगा सोचने इधर हुई क्यों देर. झील किनारे नाव लगी थी एक रखा था बास चित्रकार ने नाव पकड़कर लीजी भर के सास. സോ എന്താണ് പറഞ്ഞത്, നമ്മളെ ചിത്രകാരൻ അവിടുന്ന് പതുക്കെ തടി തപ്പി. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്, ലയൺ എന്താ സംഭവിച്ചത്, ബഹുത് ദേർ തക് ആഖ് മൂന്ദ് കർ പീഠ് ഘുമാക്കർ ഷേർ. സോ നമ്മളുടെ ലയൺ ഇതൊന്നും അറിയാതെ എന്താണ്, കണ്ണു അടച്ചോണ്ട്, ആഖ് മൂന്ദ് കർ, കണ്ണു അടച്ചോണ്ട്, പീഠ് ഘുമാക്കർ, ബാക്ക് സൈഡ് തിരിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെ. ആ തക്കം നോക്കി ചിത്രകാരൻ അവിടുന്ന് രക്ഷപ്പെട്ടതൊന്നും ഷേർ അറിയുന്നില്ല. ഷേർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലയൺ അറിയുന്നില്ല. അതിനുശേഷം ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്താ ചെയ്തത്, ബൈഠേ ബൈഠേ ലഗാ സോച്നെ ഇധർ ഹുയി ക്യൂ ദേർ. സോ ലയൺ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ലഗാ സോച്നെ, സോച്ന മത്ലബ് തിങ്ക് ചെയ്യുക. ഓക്കെ, ഇധർ ഹുയി ക്യൂ ദേർ. സോ ഇധർ, ഇത്ര താമസം എന്താണ് ഇയാൾക്ക് ഈ എന്റെ ബാക്ക് സൈഡിന്റെ പിക്ചർ വരയ്ക്കാൻ, എന്താണ് ഇത്ര താമസം എന്ന് ലയൺ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേർ മത്ലബ് താമസം, ലേറ്റ്. വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. ഓക്കെ, ബിക്കോസ് എന്താണ്, ലയൺ കുറെ നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങി, ഇങ്ങനെ അങ്ങോട്ട് പുറകു തിരിച്ചു വെച്ചുകൊണ്ട് കുറെ നേരമായിട്ട് ഇരിക്കുകയാണ്, കണ്ണു അടച്ച് ബാക്ക് സൈഡും തിരിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സോ the lion was thinking why it is getting late. So എന്താണ്, കുറെ സമയമായി, ഇത് എന്താണ്, the picture is not still finished, why it is getting late. ഓക്കെ, സോ അങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്, ലയൺ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് നമ്മളുടെ ചിത്രകാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതൊന്നും നമ്മളുടെ ലയൺ അറിയുന്നില്ല. सो झील किनारे नाव लगी थी एक रखा था बास चित्रकार ने नाव पकड़कर लीजी भर के सास. सो झील किनारे, झील मतलब लेक, തടാകം. സോ झील किनारे, അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു, ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അതിന്റെ സൈഡിലായിട്ട്, കിനാരെ എന്ന് പറഞ്ഞാൽ സൈഡിൽ, അരികിലായിട്ട്, നാവ് ലഗി थी. നാവ് മത്ലബ് ബോട്ട്. ഓക്കെ, അവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. സോ ഏക് രഖാ താ ബാസ്. ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുള കൊണ്ട്, അതിനൊരു തുഴ ഉണ്ടാവില്ലേ, നമ്മളുടെ വഞ്ചി അല്ലെങ്കിൽ ബോട്ട് തുഴയാൻ വേണ്ടി ഒരു ഇതുണ്ടാവും, തുഴയുണ്ടാവും, അല്ലെ, അത് നമ്മളുടെ ബാസ് കൊണ്ടുള്ളതായിരുന്നു. ബാസ് മത്ലബ് ബാംബു, മുള കൊണ്ടുള്ളതായിരുന്നു ആ തുഴയുന്ന സാധനം. ഓക്കെ, സോ ഒരു തുഴയുണ്ടായിരുന്നു, ഒരു ബോട്ടും ഉണ്ടായിരുന്നു, ഒരു വഞ്ചി അവിടെ ഉണ്ടായിരുന്നു, ലേക്ക് കിനാരെ. ഓക്കെ, there was a boat. Okay, and എന്താണ്, where it was near the lake side. So what the painter did, ചിത്രകാരനെ നാവ് പക്കടുക്ക ലീജി ഭർക്കെ സാസ്. സോ അവിടെ നിന്ന് പതുക്കെ കള്ളന്മാര് പോകുന്ന പോലെ പതുക്കെ പോയി ആ ബോട്ടിനകത്ത് കേറി ഇരുന്ന് ഒരു ദീർഘനിശ്വാസം വിട്ടു. കാരണം അവൻ ലയന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെ. ആ നാവിനകത്ത് അല്ലെങ്കിൽ ആ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഭർക്കെ ലീജി ഭർക്കെ സാസ്, ഒരു ദീർഘനിശ്വാസം, ഒരു ആശ്വാസത്തിന്റെ. കാരണം ഞാൻ ലയന്റെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു.
Okay, he feels so, എന്താണ്, he was very safe, or because he escaped from there, because the lion was sitting with his backside facing the painter. Okay, so അതിനെ ഫേസ് ചെയ്തിരുന്ന സമയത്ത് എന്ത് ചെയ്തു, അവിടെ നിന്ന് പതുക്കെ he escaped from there and he ran to the lake side and there was a boat and he jumped into the boat and he sat on the boat and then he felt so relaxed. Okay, so വളരെയധികം എന്താണ്, ഒരു ദീർഘനിശ്വാസം വെച്ചിട്ട് എന്താണ്, വളരെ ആശ്വാസമായി രക്ഷപ്പെട്ടു, നമ്മളുടെ ലയന്റെ ഫ്രണ്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. Then जल्दी जल्दी नाव चलाकर निकल गया वह दूर, इधर शेर था धोखा खाकर झुंझलाहट में चूर. शेर बहुत खिसियाकर बोला नाव जरा ले रोक, कलम और कागज तो ले जा रे कायर डरपोक. चित्रकार ने कहा तुरंत ही रखिए अपने पास, चित्रकला का आप कीजिए जंगल में अभ्यास. സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജൽദി ജൽദി നാവ് ചലാക്കർ നിക്കൽ ഗയാ വഹ് ദൂർ. വേഗം വേഗം, ജൽദി ജൽദി, ഫാസ്റ്റ് ആയിട്ട് എന്താണ്, നമ്മളുടെ വഞ്ചി തുഴഞ്ഞ് ചിത്രകാരൻ അവിടെ നിന്ന് നമ്മളുടെ ലേക്കിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ദൂരം മുമ്പിലേക്ക് പോയി. ഓക്കെ, സോ അപ്പോഴാണ് നമ്മളുടെ ഷേർ അറിയുന്നത് തനിക്ക് ധോക്ക പറ്റി, അമളി പറ്റി. ധോക്ക ഖാന മത്ലബ് അമളി പറ്റി, ചീറ്റഡ്. ഓക്കെ, സോ ജുഞ്ചുലാഘട്ട് മേ ജൂർ, തനിക്ക് അമളി പറ്റിയെന്ന് ഷേറിന് അപ്പം മനസ്സിലായി. സോ ജുഞ്ചുലാഘട്ട്, ഇറിറ്റേറ്റഡ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. വാട്ട് യു മീൻ ബൈ ജുഞ്ചുലാഘട്ട്? ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. ഓക്കെ, സോ ധോക്ക ഖാക്കർ, ഷേറിന് മനസ്സിലായി I got cheated. Okay, so എനിക്ക് അമളി പറ്റി. So he was very irritated. ജുഞ്ചുലാഘട്ട് മത്ലബ് to get irritated, അമർഷത്തോടെ ഇറിറ്റേറ്റഡ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു, തനിക്ക് അമളി പറ്റിയെന്ന് മനസ്സിലായി. സോ ഷേർ ബഹുത്ത് ഖിസിയാക്കർ ബോല. ഖിസിയാക്കർ ബോല മത്ലബ്, ഖിസിയാന മത്ലബ് ദേഷ്യപ്പെട്ടുകൊണ്ട്, വിത്ത് ആങ്കർ. ഓക്കെ, സോ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നമ്മളെ ചിത്രകാരൻ അവിടുന്ന് തുഴഞ്ഞു പോവാണ്. സോ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ ചിത്രകാരനോട് അവിടെ നിന്ന് പറയാണ് ഷേർ, നാവ് സറാ ലേ റോക്ക്, അല്ലയോ ചിത്രകാര താങ്കൾ തോണി ഒന്ന് നിർത്തിക്കേ. ഓർ അപ്പന കലം ഓർ കാഗസ് തോ ലേജ, അല്ലെ താങ്കൾ ഇവിടെ തന്റെ പേനയും വരയ്ക്കാനുള്ള പേപ്പറും എല്ലാം ഇവിടെ വിട്ടിട്ടുണ്ട്, അപ്പൊ ആ വഞ്ചി ഒന്ന് നിർത്തിക്കേ, എന്നിട്ട് ഇതൊക്കെ എടുത്തോണ്ട് പോ എന്ന് നമ്മളുടെ ഷേർ ഇറിറ്റേറ്റഡ് ആയിട്ട് അയാളുടെ അടുത്ത് പറയാണ്. രേ കായർ ഡർപോക്, അല്ലെ ആ ചിത്രകാരനെ ലൈൻ വിളിക്കുകയാണ്, കായർ ഡർപോ. കായർ എന്ന് പറഞ്ഞാൽ എന്താണ്, പേടിത്തൊണ്ടൻ, ധൈര്യമില്ലാത്തവൻ. ഓക്കെ, സോ കായർ ജിസ്കെ ഹിമ്മത് യാ സാഹസ് നഹോ എന്ന് പറഞ്ഞാൽ എന്താണ്, പേടിത്തൊണ്ടൻ, ധൈര്യമില്ലാത്തവൻ. ഓക്കെ, കായർ ഡർപോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പേടിത്തൊണ്ടൻ. സോ ആ ചിത്രകാരനെ വിളിക്കുകയാണ്, അല്ലയോ കായർ അല്ലെങ്കിൽ ഡർപോക്ക്, അല്ലയോ പേടിത്തൊണ്ട, അല്ലെ ധൈര്യമില്ലാത്തവനെ, താങ്കൾ തങ്ങളുടെ പേപ്പറും വരയ്ക്കാനുള്ള പേപ്പറും പേനയും ഒക്കെ ഇവിടെ വിട്ടിട്ടാണ് പോയിരിക്കുന്നത്, താങ്കളൊന്ന് വഞ്ചി നിർത്തിക്കേ, എന്നിട്ട് ഇതെല്ലാം എടുത്തോണ്ട് പോ എന്ന് ലയൺ ഇറിറ്റേറ്റഡ് ആയിട്ട് അയാളുടെ അടുത്ത് പറയാണ്, ചിത്രകാരനോട് പറയാണ്. സോ എന്ത് പറഞ്ഞു, അപ്പൊ ചിത്രകാരൻ എന്താ പറഞ്ഞത്, ചിത്രകാരനെ കഹാ തുരന്ത് ഹി രഖിയേ അപ്നെ പാസ്, ചിത്രകലാ കാ ആപ് കീജിയേ ജംഗൽ മേ അഭ്യാസ്. സോ ചിത്രകാരന് മനസ്സിലായി ലയൺ വീണ്ടും ഒരു ട്രിക്ക് ഇറക്കുകയാണ്, അല്ലെ ഇതൊക്കെ എടുത്തോണ്ട് പോകാനെന്ന വ്യാജേന തന്നെ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, എന്നെ പിടിച്ച് തിന്നാലോ. അപ്പൊ അത് മനസ്സിലാക്കി ചിത്രകാരൻ പറഞ്ഞു, ചിത്രകാരനെ കഹാ തുരന്തി, എന്ത് പറഞ്ഞു, തുരന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിത്രകാരൻ മറുപടി കൊടുത്തു. എന്ത് കൊടുത്തു, രഖിയെ അപ്പനെ പാസ്, താങ്കൾ താങ്കളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ. എന്താണ്, ഈ കടലാസും ഈ പേനയും ഒക്കെ താങ്കളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ, എന്നിട്ട് കാട്ടിലിരുന്ന് താങ്കൾ വരച്ചു പഠിച്ചോളൂ. ചിത്രകലാക്ക അഭ്യാസ്, ചിത്രകല പ്രാക്ടീസ്, അല്ലെ പെയിന്റിങ്ങിന്റെ പ്രാക്ടീസ്, ഈ പേപ്പറും ഈ പേനയൊക്കെ താങ്കൾ വെച്ചോളൂ, എന്നിട്ട് താങ്കൾ കാട്ടിലിരുന്നിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ചിത്രകാരൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നമ്മുടെ വഞ്ചി തുഴഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അഭ്യാസ്, അഭ്യാസ് ലാസ്റ്റ് ഒരു വേർഡ് ഉണ്ട്, അഭ്യാസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഓക്കെ, സോ എന്താണ്, അങ്ങനെ ചിത്രകാരൻ തന്റെ ബുദ്ധി സാമർഥ്യത്താൽ ഇങ്ങനെ ലയന്റെ ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഓക്കെ, മനസ്സിലായോ, മനസ്സിലായോ പോയത്തിന് എന്താണ് മീനിങ് എന്നുള്ളത് മനസ്സിലായോ? ഇനി ഏതെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ സെന്റൻസുകളോ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഓക്കെ, യെസ്,
എന്തെങ്കിലും വേർഡുകളോ അല്ലെങ്കിൽ സെന്റൻസിന്റെ അർത്ഥമോ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ യു ക്യാൻ റേസ് യുവർ ഹാൻഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എഴുതിയെടുക്കാൻ വിട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കിട്ടാതെ ഉണ്ടോ? ചിത്രകാർ സുൻസാൻ ജഗാ മേ ബനാ രഹാ था चित्र, इतने में ही वहां आ गया यमराज का मित्र. उसे देखकर चित्रकार के, ആരാണ് സ്ക്രീനിൽ വരച്ചു കളിക്കുന്നത്? उसे देखकर चित्रकार के तुरंत उड़ गया होश, नदी पहाड़ पेड़ पत्तों का रहन गया कुछ जोश. फिर उसको कुछ हिम्मत आई, देख उसे चुपचाप, बोला सुंदर चित्र बना दूं बैठ जाइए आप. उकरू मुकरू बैठ गया वह सारे अंग बटोर, बड़े ध्यान से लगा देखने चित्रकार की ओर. चित्रकार ने कहा हो गया आगे का तैयार, अब मुंह आप उधर तो करिए जंगल के सरदार. बैठ गया वह पीठ फिराकर चित्रकार की ओर, चित्रकार चुपके से खिसका जैसे कोई चोर. बहुत देर तक आंख मूंद कर पीठ घुमाकर शेर, बैठे बैठे लगा सोचने इधर हुई क्यों देर. झील किनारे नाव लगी थी एक रखा था बास, चित्रकार ने नाव पकड़कर लीजी भर के सांस. जल्दी जल्दी नाव चलाकर निकल गया वह दूर, इधर शेर था धोखा खाकर झुंझलाहट में चूर. शेर बहुत खिसिया कर बोला नाव जरा ले रोक, कलम और कागज तो ले जा रे कायर डरपोक. चित्रकार ने कहा तुरंत ही रखिए अपने पास, चित्रकला का आप कीजिए जंगल में अभ्यास. സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായില്ലേ? ടീച്ചർ ഓൾറെഡി എന്തായാലും പറഞ്ഞേ, പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും ടെക്സ്റ്റ് എക്സസൈസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കി എഴുതുക. അതുപോലെ പോയം വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ, അതിന് റീഡിങ് ഞാൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അതുകൊണ്ട് നല്ലോണം വായിച്ച് പഠിക്കുക. ഓക്കെ, യെസ്, ഓക്കെ ദെൻ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, എഴുതുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ഓക്കെ, ഓക്കെ, ഓക്കെ ദെൻ താങ്ക് യു, ബൈ ബൈ.